ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് വിശ്വസിക്കുന്നേ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടക്കുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. ഇന്ന് എൻ്റെ ലൈഫിലും അങ്ങനെ ഒരു കാര്യമാണ് കേട്ടോ നടക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ കാര്യം നടക്കാൻ പോകാമെന്ന്. പക്ഷെ അത്രയ്ക്കൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ ഇന്ന് ആദ്യമായിട്ടും മണർകാട് പള്ളിയിൽ പോവാണ്. 8 നോയമ്പൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്ന് പോയേക്കാന്ന്. അങ്ങനെ വൈകുന്നേരം 3 മണിയൊക്കെ ആയപ്പോഴാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ പെട്ടുപോയെന്ന് പറയാം. കാരണം ഫുള്ള് ട്രാഫിക് ബ്ലോക്ക്, പിന്നെ ചതയ ദിനാഘോഷത്തിൻ്റെ ഘോഷയാത്രകൾ, അങ്ങനെ കുറേ നേരം ഞങ്ങൾ ബ്ലോക്കിലൊക്കെ കിടക്കേണ്ടി വന്നു. കുറേ നേരം എനിക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കമൊക്കെ വന്നു കേട്ടോ. എനിക്ക് എല്ലാവരെ പോലെ തന്നെ വണ്ടിയെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരുവേ. ഞാൻ കുറേ നേരമൊക്കെ ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഈ ട്രാഫിക് ബ്ലോക്ക് കാരണം കുറേ നേരം ഇങ്ങനെ താമസമൊക്കെ വന്നപ്പോഴത്തേക്ക് ആകെ ശോകം അടിച്ചു. എന്നാലും ആദ്യമായിട്ട് പള്ളിയിൽ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ആ പള്ളി കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന് നമുക്ക് മിച്ചം വന്ന കുറേ സ്നാക്സുകൾ കാണുമല്ലോ. കുറേ ചക്ക വറുത്തതും കപ്പ വറുത്തതും മറ്റേ എന്നതാ ചിപ്സും സാധനങ്ങളൊക്കെ നമ്മൾ വാരിപ്പെറുക്കി എടുത്തു. വേറെ എങ്ങും കടകളിലൊന്നും ഇറങ്ങിയില്ല. നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പള്ളി വന്നിട്ടാട്ടോ നമ്മൾ വണ്ടി നിർത്തുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 7 മണി ആകാറായപ്പോഴാട്ടോ അവിടെ ചെന്നത്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഒരമ്പലത്തിൽ പ്രതിഷ്ഠ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ അമ്പലവും ഈ പള്ളിയും തമ്മിലൊക്കെ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവുകളില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ 2 വണ്ടിക്കാട്ടോ പോയിരുന്നത്. അപ്പം അമ്മയൊക്കെ നേരത്തെ വന്ന് നിപ്പുണ്ടായിരുന്നു. നമ്മൾ കിട്ടിയ സ്ഥലത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ പോവുകയാണേ. അപ്പോൾ കുഞ്ഞപ്പിന് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ലൈറ്റൊക്കെ കണ്ടപ്പം. അവിടെ ചെന്നപ്പോഴേക്കും പിന്നെ കുഞ്ഞിനും ഇങ്കിയൊക്കെ ഫുൾ പവറായിട്ടോ. അവർ ഈ ലൈറ്റ് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് തന്നെ ഇറങ്ങി നടപ്പും പരിപാടിയും. പിന്നെ നമ്മൾ വണ്ടി ഇട്ടിട്ട് കുറച്ച് ദൂരം നടക്കണം കേട്ടോ. ശരിക്കും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. കാരണം ആദ്യമൊന്നും വലിയ തിരക്കുകളൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ കുറച്ച് ദൂരം നടക്കണം. എൻ്റെ മനസ്സിൽ ആ പള്ളീനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ മെവിച്ചിനോട് ചോദിച്ചുകൊണ്ട് പോകുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. ഒരു 3 മിനിറ്റ് വീഡിയോയിൽ എനിക്ക് ഫുള്ള് ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. പിന്നെ ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ നെക്സ്റ്റ് വീഡിയോയും കൂടെ കാണണം കേട്ടോ.